നമുക്ക് ഫൈവറിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട്. നമുക്ക് ആ ഗിഗുകൾ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അതിൽ നിന്നൊരു സെയിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ഫൈവർ ഗിഗ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സെയിൽ കൊണ്ടുവരാമെന്നുള്ളതാണ്. അതിന് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ഗിഗ് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മളത് പ്രൊമോട്ട് ചെയ്തിരിക്കണം. ഇത് രണ്ടും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു വഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതും നമ്മൾ ഈ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നിങ്ങൾ യൂട്യൂബിൽ പല വീഡിയോസും കണ്ടിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഫൈവറിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾക്കത് ചെയ്യാൻ സ്കില്ലുണ്ടോ, നിങ്ങളതിൽ എക്സ്പീരിയൻസ്ഡ് ആണോ എന്നുള്ള കാര്യം. കാരണം നമ്മൾ പല ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫൈവറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ കാര്യങ്ങൾ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ ഫൈവറിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമുക്ക് ഇപ്പോൾ ഒരു യൂട്യൂബർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അത് കാണുന്ന 1000 പേര് അല്ലെങ്കിൽ 10,000 പേര്, 1,00,000 പേര്, അതിലൊരു 500 പേര് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1,00,000 പേര് കണ്ടതിൽ 500 പേര് ഈ സാധനം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ 500 പേരാണ് നിങ്ങൾക്കുള്ള കോമ്പറ്റീഷൻ. മനസ്സിലായി? സോ നിങ്ങൾ അതിന് ടൈം കളയുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലുണ്ടോ എന്ന്. ആ സ്കില്ലുണ്ടെങ്കിൽ മാത്രം, അതായത് ഒരു ഗിഗ് ഒരു ടൂൾ വെച്ച് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ മാത്രം ആ ഗിഗിൻ്റെ പുറകെ പോവുക. ഓക്കെ, അങ്ങനെ ഒരു സ്കില്ലില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിച്ചെടുക്കുക. നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് പഠിച്ചെടുക്കാം. ഓൺലൈനായിട്ട് ഇഷ്ടം പോലെ ഫ്രീ കോഴ്സസ് അവൈലബിൾ ആണ്. യൂട്യൂബിലാണെങ്കിൽ ഒരുപാട് ഓരോ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ എന്ത് പഠിക്കണമെങ്കിലും നമുക്ക് കോഴ്സുകൾ അവൈലബിൾ ആണ്. സോ ഫ്രീ ആയിട്ട് കയറുക, പഠിക്കുക, അതിനുശേഷം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്കില്ലുണ്ടെന്ന് വിചാരിക്കുക. നല്ല സ്കില്ലുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഗിഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ചെയ്ത ഗിഗിന് ഒരു സെയിൽ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഈ ഗിഗ് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ആസ് എ ബയ്യർ എനിക്ക് നിങ്ങളുടെ ഈ ഗിഗിൻ്റെ ടൈറ്റിലും ഈ കവർ ഇമേജും കണ്ടു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യാൻ തോന്നുമോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ചുമ്മാ ഒരു രസത്തിന് ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് വർക്ക് ചെയ്ത് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ ആ ഒരു കവർ ഇമേജും അതിൻ്റെ ടൈറ്റിലും ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ആ ഗിഗിലേക്ക് ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആദ്യമേ കാണേണ്ടത് നിങ്ങളുടെ ഒരു ഇൻട്രോ വീഡിയോ ആയിരിക്കണം. ആ ഗിഗിനെ പറ്റി നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു സർവീസ് നിങ്ങൾ കസ്റ്റമർക്ക് ഡെലിവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വീഡിയോ. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പിൾസ് ആഡ് ചെയ്യാം. നിങ്ങൾ ആ ഒരു സർവീസ് എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതിന് ബയ്യർക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പോർട്ട്ഫോളിയോ കാര്യങ്ങൾ അതിലേക്ക് ആ ഗിഗിലേക്ക് ഉൾപ്പെടുത്തുക. നിങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള വർക്കുകൾ, പ്രൈവറ്റായിട്ട് ചെയ്തിട്ടുള്ള വർക്കുകൾ, അതിൻ്റെ എല്ലാം ലിങ്കുകൾ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ആ ഒരു ലിങ്ക് നിങ്ങളുടെ ഗിഗിൻ്റെ ഡീറ്റെയിൽസിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെയുള്ളൊരു കാര്യം പ്രൈസിംഗ് ആണ്. നിങ്ങൾ ഒരിക്കലും ഒരു വലിയ എമൗണ്ട് കൊണ്ടായിട്ട് നിങ്ങളുടെ ഗിഗിനെ പ്രൈസിംഗ് ആയിട്ട് സെറ്റ് ചെയ്യരുത്. ആസ് എ കോമ്പറ്റേറ്റീവ് നെറ്റ്വർക്കാണ് ഫൈവർ എന്ന് പറയുന്നത്. സെയിം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർ, കൂടുതൽ റിവ്യൂ ഉള്ള ആൾക്കാർ നിങ്ങളെക്കാൾ ചീപ്പ് റേറ്റിൽ സെയിം സർവീസ് സെല് ചെയ്യുന്നുണ്ടാവും. സോ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്രൈസിംഗ് ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അവരെക്കാളും കുറച്ചും കൂടെ കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നും പറഞ്ഞിട്ട് ഒരുപാട് ചീപ്പായി പോവുകയും ചെയ്യരുത്. നിങ്ങളുടെ സർവീസിനും നിങ്ങളുടെ സമയത്തിനും വാല്യൂ ചെയ്ത് മാത്രം നിങ്ങൾ അതിൻ്റെ അകത്ത് ആ ഒരു പ്രൈസിങ് സെറ്റ് ചെയ്യാം. ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കാമെന്നേ ഉള്ളൂ. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈവറിൻ്റെ ആപ്പ് വല്ലതും ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ആരെങ്കിലും നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യുക. ഞാൻ ഫൈവറിൽ നിന്ന് പല സർവീസുകളും വാങ്ങിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു ഗിഗ് കണ്ടു കഴിഞ്ഞാൽ അതിൽ കയറി അവർ പറയുന്ന കാര്യങ്ങൾ അവരോട് തന്നെ മെസ്സേജ് അയച്ച് ഒന്ന് കൺഫേം ചെയ്യും. അതെനിക്കും കൂടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഒരു ഗിഗ് പർച്ചേസ് ചെയ്യുക. സോ ഞാൻ ആദ്യമേ കാണുന്ന കുറച്ച് ഗിഗുകൾക്ക് മെസ്സേജ് അയക്കുകയും അവരിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതും എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്ന ആൾക്കാരുടെ ഗിഗുമായിരിക്കും ഞാൻ പർച്ചേസ് ചെയ്യുക. സോ ഫൈവറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പെട്ടെന്ന് തന്നെ വരുന്ന മെസ്സേജുകൾക്ക് റെസ്പോണ്ട് ചെയ്യുക. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഗിഗ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. ആൻഡ് ഇനി നമുക്ക് ഇതെങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് നോക്കാം. നിങ്ങളൊരു ഗിഗ് ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടും ഒരാൾ പോലും നിങ്ങളുടെ ഗിഗ് ഓർഡർ ചെയ്യുകയോ നിങ്ങൾക്കൊരു മെസ്സേജ് പോലും വരികയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗിഗ് ആ ലിസ്റ്റിങ്ങിൻ്റെ ആ പരിസരത്ത് പോലും ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഗിഗിനെ റാങ്ക് ചെയ്യണം. നമ്മുടെ ഗിഗിനെ റാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിഗിന് കൂടുതൽ വിസിറ്റുകൾ വരണം, നമ്മളുടെ ഗിഗ് ആരെങ്കിലും പർച്ചേസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ ഗിഗ് റാങ്ക് ചെയ്ത മുകളിലേക്ക് വരും. നല്ല റിവ്യൂകൾ കിട്ടണം, അങ്ങനെയൊക്കെ ചെയ്യണം. സോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഗിഗ് ഇത് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യമേ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ കസ്റ്റമർ ആരാണെന്നുള്ളത്.
ആ കസ്റ്റമേഴ്സിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുക. എവിടെയാണ് നമുക്ക് ഈ കസ്റ്റമേഴ്സിനെ കിട്ടുകയെന്ന് നമുക്കറിയാം. കൂടുതലും നമ്മളുടെ ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ പോലുള്ള നെറ്റ്വർക്കുകളിലാണ് നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുകയും ഫേസ്ബുക്കിലാണെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഗിഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഗ്രൂപ്പുകൾ കണ്ടുപിടിക്കുകയും അതിലേക്ക് നമ്മളുടെ ഗിഗ് വിത്ത് ഡിസ്ക്രിപ്ഷൻ ആൻഡ് കവർ ഇമേജ് ലിങ്കും വെച്ചിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. വെറുതെ ജസ്റ്റ് കൊണ്ടുപോയിട്ട് നമ്മുടെ ലിങ്കുകൾ ചുമ്മാ കണ്ടോടത്തൊന്നും പോസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഉണ്ടെങ്കിലും ക്ലിക്കുകളൊന്നും കിട്ടില്ല. നമ്മളുടെ ഒരു സർവീസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കേണ്ടത് നല്ല മാർക്കറ്റിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമേ ഒരു കച്ചവടം വരട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പണി ചെയ്യുന്നത്. സോ നമ്മൾ ഇതിനൊരു എഫോർട്ട് കൊടുക്കുന്നില്ല. ചുമ്മാ ജസ്റ്റ് ഒരു ഇമേജും ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇമേജും ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ചുമ്മാ നമ്മൾ കൊണ്ടിട്ട് നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ വെച്ച് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. കാരണം ഒരാൾ നിങ്ങളുടെ ഈ പ്രൊമോഷണൽ ഐറ്റംസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഐറ്റംസ് കണ്ടിട്ടാണ് നിങ്ങളെ വിലയിരുത്തുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഒന്നിനും കൊള്ളത്തില്ലാത്തൊരു കവർ ഇമേജും അല്ലെങ്കിൽ ചുമ്മാ ഒരു ലിങ്കും പോസ്റ്റ് ചെയ്ത് ഐ ഡു ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ ഐ ഡു വീഡിയോ എഡിറ്റിംഗ്, പ്ലീസ് ക്ലിക്ക് ദിസ് ലിങ്ക് ടു ഗെറ്റ് മൈ സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും ക്ലിക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ ആരും നോക്കില്ല. അപ്പം അവരെ നമ്മൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മളുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നല്ലൊരു കവർ ഇമേജ് ഉണ്ടാക്കിയിട്ട് നമ്മളവിടെ പോസ്റ്റ് ചെയ്യുമോ, ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നണം ഓക്കെ ഹീസ് ക്രിയേറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ആളാണ് നമ്മൾ, അല്ലെങ്കിൽ വാല്യബിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആൾക്കാർ നമ്മളുടെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനും ഗിഗിൽ ക്ലിക്ക് ചെയ്യാനും കൂടുതൽ നമ്മളുടെ ഗിഗിനെ പറ്റി നോക്കാനും തുടങ്ങുക. സോ എപ്പോഴും നമ്മുടെ മാർക്കറ്റിംഗ് മെറ്റീരിയലിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് പണി ഉഴപ്പരുത്. പണി ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർ റേറ്റിങ്ങും റിവ്യൂ എല്ലാം കുറഞ്ഞു പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടിയെന്നുള്ള രീതിയിൽ മാത്രം 1-2 വർക്ക് കിട്ടിയിട്ട് പിന്നെയും നിങ്ങൾ ഫൈവറിൽ നിന്ന് ഔട്ടാകും. സോ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ വർക്കുകൾ വരുന്നത് ചെയ്ത് കൊടുക്കുക, അങ്ങനെ നല്ല റിവ്യൂ ഉണ്ടാക്കുക. പിന്നെ ലിങ്ക്ഡിൻ വഴിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഈ സർവീസ് ആവശ്യമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അവരുടെ പോസ്റ്റുകൾ വഴിയൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ട് അവരെ കൊണ്ടൊക്കെ ഈ സർവീസ് നമ്മുടെ ഫൈവറിൽ കൂടെ തന്നെ പർച്ചേസ് ചെയ്യിക്കാൻ പറ്റും. നമ്മൾ പുറത്ത് മാർക്കറ്റ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ മാക്സിമം ഫൈവറിൽ കൂടെ തന്നെ ആൾക്കാരെ കൊണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക. അവരുടെ ഒരു റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫൈവർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ നല്ലൊരു റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ടാർഗറ്റ്. സോ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ കാര്യം, അതായത് ഇത്രയൊക്കെ ചെയ്ത് നിങ്ങൾ എന്നിട്ടും ഒരു ഗതിയില്ല, ഒരു ഓർഡർ പോലും കിട്ടിയില്ല, നിങ്ങൾ കുറേ ടൈമിന് വേണ്ടി സ്പെൻഡ് ചെയ്തു, നല്ല ഗിഗ് ക്രിയേറ്റ് ചെയ്തു, നല്ല കവർ ഇമേജ് ഡിസൈൻ ചെയ്തു, നല്ല വീഡിയോ ആഡ് ചെയ്തു, മാക്സിമം സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവരുടെ ഇടയ്ക്ക് എല്ലാം ഷെയർ ചെയ്തു, എന്നിട്ടൊന്നും ഇതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ട് നമ്മളുടെ ഗിഗ് പർച്ചേസ് ചെയ്യിക്കുക. ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തൊരു കാര്യമാണിത്. നമ്മളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് നമ്മുടെ ഗിഗ് പർച്ചേസ് ചെയ്തതിന് ശേഷം അതിൽ നല്ല റിവ്യൂസ് ഇടിപ്പിക്കുക. എന്താ പറയുക, ഒരു നോർമൽ ക്ലയൻറ്റ് കോൺവെർസേഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാക്കുക. മാക്സിമം നമുക്ക് വരുന്ന ലോക്കൽ ക്ലയൻസിനെ കൊണ്ട് വരെ നമുക്കിത് ഈ ഒരു കാര്യം ചെയ്യിപ്പിക്കാം. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, ശരിയാണ്, പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാൽ പോലും അങ്ങനെയൊക്കെ ചെയ്തിട്ടേ നമുക്ക് 1-2 സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ലൊരു റിവ്യൂ ഉണ്ടാക്കി നമുക്കത് മുകളിലേക്ക് വരാൻ പറ്റുള്ളൂ. സോ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ നമ്മളുടെ ഗിഗ് പർച്ചേസ് ചെയ്യുകയും അതുപോലെ നമുക്ക് നമ്മളുടെ ഒരു സർവീസ് ആവശ്യമുള്ളവരെ കൊണ്ടെല്ലാം നമുക്ക് നമ്മളുടെ ഗിഗ് പർച്ചേസ് ചെയ്യാം. അവർക്കൊക്കെ നിങ്ങൾ ഫൈവറിൽ കൂടെ നിങ്ങളുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഫൈവറിൻ്റെ ഫീ പോകും, അത് ശരിയാണ്. പക്ഷേ അത് നിങ്ങൾ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പോകുന്നൊരു ഫീ നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. സോ നിങ്ങൾക്ക് വരുന്ന ലോക്കലായിട്ട് വരുന്ന വർക്കുകളും മാക്സിമം ഫൈവറിൽ കൂടെ തന്നെ ആക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗിഗ് ഓട്ടോമാറ്റിക്കലി ഗ്രോ ആകാൻ തുടങ്ങും. സോ നിങ്ങൾക്ക് കൂടുതൽ വർക്കുകൾ കിട്ടാൻ തുടങ്ങും. പിന്നെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, നമ്മൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ നമ്മൾ ഫൈവറിലേക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. നിങ്ങളതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓൾറെഡി ഒരുപാട് ആൾക്കാർ ഈ സെയിം കാര്യം തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വലിയ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. നിങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷേ ഗ്രോത്ത് ഭയങ്കര സ്ലോ ആയിരിക്കും. മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് സമയം കളയാതെ നമ്മൾ കൂടുതലും നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക. നമ്മളൊരു കാര്യത്തിൽ നല്ല സ്കില്ലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ആഡ് കണ്ടിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ ഫോണിൽ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സിമ്പിൾ ടാസ്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന, അതായത് ഒരുപാട് ആൾക്കാരുടെ ഉള്ളിലേക്ക് പോയിട്ട് ആ ഒരു
കാര്യങ്ങളൊന്നും നമ്മൾക്ക് ചെയ്യേണ്ടി വരില്ല. നമ്മൾ എന്തിലാണോ സ്കിൽഡ് ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും, ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കി നമ്മുടെ സമയം കളയുന്നതിനേക്കാളും എപ്പോഴും നല്ലത് നമ്മൾ നല്ല രീതിയിൽ സ്കില്ലുണ്ടാക്കുക എന്നുള്ളതിലാണ്. സോ നല്ല സ്കില്ലുണ്ടാക്കുക, നല്ല നല്ല ഗിഗുകൾ പോസ്റ്റ് ചെയ്യുക. ഫൈവറിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പുതിയ വന്ന് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.